പക്ഷേ വാർത്തകൾ കിട്ടാതാകുമ്പോൾ ചാനലുകൾ വാർത്തകൾ സൃഷ്ടിക്കാൻ നിർബന്ധിതരാകുന്നുണ്ടോ? ഇതാ ഒരു വാർത്തയും വാർത്താ ചാനലും. അവിടെ കൂട്ടുതാക്കളുണ്ടല്ലോ എങ്കിൽ പിന്നെ കൂട്ടിട്ട് പൊയ്ക്കൂടെ? പോലീസ് സ്റ്റേഷനിൽ അനാവശ്യം പറയുന്നോടാ തെണ്ടി. എന്താണ് എനിക്ക് ഒന്നിനും പോണം. നീ ഇപ്പൊ ഒന്നിനും പോണ്ട. എങ്കിൽ നമുക്ക് ഒന്നും രണ്ടും പറഞ്ഞിരിക്കാം. നല്ല കാര്യമായി. അതെങ്ങാനും SI സാർ കണ്ടുകൊണ്ട് വന്നാൽ നിന്നെ അടിച്ച് ഒന്നിനും കൊള്ളാത്തവനാക്കും. മിണ്ടാതെ കിടക്കണവനെ പറഞ്ഞു തീർത്തില്ല. തേടും SI. അയ്യോ അടിക്കാൻ കഴിയുമെന്നല്ല സാർ, ഞാൻ സല്യൂട്ട് അടിച്ചതാ. ഞാനിപ്പോ ഉയരെഴുതി ചത്തേ. സാർ, നമ്മൾ പിടിച്ച് ലോക്കപ്പിലിട്ടിരിക്കുന്ന ആ പ്രതിയെ ഇപ്പൊ തന്നെ പറഞ്ഞു വിടണം. അതെന്താ? അവൻ പച്ചവെള്ളം കുടിക്കുന്നില്ല. ഓഹോ, അപ്പൊ പച്ചവെള്ളം പോലും കുടിക്കാതെ പട്ടിണി കിടന്ന് ലോക്കപ്പ് മരണം ഉണ്ടാക്കി എന്നെ തൊക്കി തെറിപ്പിക്കാനാ അവന്റെ പദ്ധതി. അതല്ല സാർ, അവൻ ചൂടുവെള്ളം മാത്രമേ കുടിക്കൂന്ന്. ചൂടുവെള്ളം ഉണ്ടാക്കി ഉണ്ടാക്കി എന്റെ കൈ കുഴഞ്ഞ് നോക്കണം. എന്നാ ശരി, അവനെ പറഞ്ഞു വിട്ടണം. വിളിയോ എന്താണ് അതിന്റെ പേര്? എന്റെ പേര് നാസർ വീട് പാല. അതിന്റെ പേര് നാസിംഗമണി. പോലീസുകാരനോട് പേര് ചോദിക്കാറായോടാ? പോലീസുകാരൊക്കെയാക്കാറായോടാ? മാതാപിതാ പോലീസ് ദൈവമാണെന്ന് അറിയാമോടോ? മോനെ, ഇതാണ് SI സിംഗമണിയും. സാറിന്റെ നിഘണ്ടുവിൽ കരുണ എന്ന വാക്കേ ഇല്ല. നിഘണ്ടു വാങ്ങിക്കുമ്പോ നോക്കി കണ്ട് വാങ്ങിക്കണ്ടേ? എന്റെ കയ്യിലുണ്ട് എല്ലാ വാക്കുകളും ഉള്ള ഒരു നിഘണ്ടു. അത് ഞാൻ സാറിന് തരട്ടാ. എന്ത് കുറ്റമാണ് ചെയ്തത്? സാർ, ഇവന് രാജ്യദ്രോഹ കുറ്റം ചെയ്തു. എന്ത് രാജ്യദ്രോഹ കുറ്റമാണ് ഇവൻ ചെയ്തത്? സാർ, ഇവൻ ഹെൽമറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിച്ചിരിക്കുന്നു. ഇവിടെ പൈലറ്റ് ഇല്ലാതെ വിമാനം വരെ കണ്ടുപിടിച്ചു. പക്ഷെ ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിക്കാൻ പോലീസ് പിടിക്കും. ഇത് എന്റെ രീതിയാണ് സാറേ. പോലീസുകാരെ ചോദ്യം ചെയ്യാനാണ് ഓട്ടിച്ചതിന്റെ അടിക്കരുത്. അതെന്നെ അടിച്ചാൽ ഞാൻ ബോധം കെട്ടുകൊണ്ട് മരിക്കും. അയ്യോടാ പാവം, വിട്ടേരി സാറേ. തങ്കത്തിന് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. നിന്റെ പരിചയത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോളാ. ഇപ്പൊ തന്നെ നിന്നെ വിട്ടേക്കാം. അല്ല, ഇത്രയും നേരം നമ്മൾ മിണ്ടിയും പറഞ്ഞ സ്ഥിതിക്ക് സാറിന്റെ പരിചയത്തിൽ എന്നെ വിട്ടൂടെ? ഇല്ലെങ്കിൽ ഈ സാറിന്റെ പരിചയത്തിൽ എന്നെ വിട്ടൂടെ? എന്റെ പരിചയത്തിലോ? എടാ, അങ്ങനല്ല സാർ ഉദ്ദേശിച്ചത്. നിന്റെ വീട്ടുകാരെയോ കൂട്ടുകാരെയോ ആരെങ്കിലും വിളിച്ചുകൊണ്ട് വന്നാൽ വിടാമെന്ന്. കൂട്ടുകാരെ മതിയോ? മതി. അല്ലാതായിരിക്കുന്നു. നിന്റെ കൂട്ടുകാരനോ? ഏത് വകുപ്പില്? സാറിന്റെ ഫേസ്ബുക്കിലെ ഫ്രണ്ട്സ് ലിസ്റ്റ് എടുത്ത് നോക്ക്. മൂന്നാമത്തെ ചിരിച്ചോണ്ടിരിക്കുന്ന പടം എന്റെ അല്ലേ? ഒരു കാര്യം ചെയ്യും, എന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ നിന്നെ വിടാം. പക്ഷെ ഇത് നീ പുറത്തുപോയി ആരോടും ഷെയർ ചെയ്യരുത്. ഷെയർ ചെയ്താൽ നിന്റെ ടാഗിയാൻ ഇടിച്ച് ഓട്ടും. അറിയാം. ഇപ്പൊ നിനക്ക് ഫോമിൽ പോണം. പക്ഷെ സാറ് ലോഗൗട്ട് ചെയ്യാതെ എങ്ങനെ പോകും? എങ്കിൽ ലോഗൗട്ട് ചെയ്തിരിക്കും. നിന്റെ പേസ് നേടാൻ ഈ പഞ്ചായത്ത് കണ്ടുവരുന്നു. എടാ, നിങ്ങൾ ഉരുണ്ടി കളിക്കാതൊന്നും പോരെ. ഇത്രയും നേരം നമ്മൾ ഒരു കുടുംബം പോലെ കഴിഞ്ഞതല്ലേ? ഇറങ്ങി പോകുമ്പോ ഒരു നെഞ്ചടിച്ചു. നിങ്ങളുടെ നേതാവ് ഓമനയാണോ അതോ നീയാണോ? സത്യമായിട്ട് ഞാനാണ് സാർ. പിന്നെ ആരാടാ ഓമന? അയ്യോ, അത് എന്റെ അണികൾ ആവേശത്തോട് വിളിക്കുന്നതല്ലേ. എന്നിട്ട് അടികളുടെ അണികളെയൊക്കെ കൂടെ കൊണ്ട് നടക്കണമെങ്കിൽ ഭയങ്കര ചെലവല്ലേ. വൈകുന്നേരം ആവുമ്പോ അവന്മാർക്ക് 200 ഒരു
ബിരിയാണി വെച്ച് കൊടുക്കണം. അതുകൊണ്ട് ഞാൻ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ചതാണ്. അപ്പൊ നീ ആരാ? അമ്പടിക്കള്ളി, ഞാൻ സുകുമാരൻ, ചേമ്പുകണ്ടത്തിൽ സുകുമാരൻ, PPP-യുടെ സംസ്ഥാന ചെയർമാൻ. എന്താണ് ഈ PPP? പണക്കാരനാകാൻ പറ്റിയ പാർട്ടി. PPP വന്നതിന്റെ കാര്യം? എന്റെ പഞ്ചായത്തിലെ വോട്ടർ നാസറിനെ കസ്റ്റഡിയിലെടുത്ത് അകാരണമായി പീഡിപ്പിച്ചു എന്നറിഞ്ഞു. ഞാൻ അവനെ ഇറക്കാൻ വന്നതാ. ഓഹോ, അവനെ ഇറക്കാൻ വന്നാണോ നീ? അതെ. എന്നാ PPP 1 മണിക്കൂർ താമസിച്ചു. ഞാൻ അവന് വെറുതെ വിട്ടിട്ട് മണിക്കൂർ 1 കിട്ടേ. സാർ എന്ത് പണിയാ കാണിച്ചത്? ഒരു രാഷ്ട്രം വന്ന് പറയാതെ ഏതെങ്കിലും ഒരു പ്രതിയെ വെറുതെ വിടാമോ? മാത്രമല്ല പോലീസ് നീതി പാലിക്കുക, പോലീസിന്റെ കാലത്വം അവസാനിപ്പിക്കുക, ഈ വന്ന മുദ്രാവാക്യങ്ങളൊക്കെ ഞാൻ എവിടെ പോയി വിളിക്കും? ഇതിന്റെ വീട്ടിൽ പോയി വിടണം. ശരി, ഓക്കെ. ഓഹാ, ഒരു പീറ SIക്ക് ഇത്രയും അഹങ്കാരമോ? തന്നെ ഇന്ന് ഞാൻ കാണിച്ചു തരാം. വിളിക്കടാ മൊബൈലിലെ മുദ്രാവാക്യം. പതിവ് പോലെ ഈ സംഭവവും വാർത്താ ചാനൽ ഏറ്റെടുത്തു. പക്ഷേ സംഭവിച്ചതൊന്നും, അവർ വാർത്തയാക്കിയത് മറ്റൊന്നും. ആ വാർത്തയിലേക്ക് നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ഞാൻ മുകേഷ് കുമാർ. ഇന്നത്തെ പ്രധാന സംഭവ വികാസം: ഊളംപാറ പോലീസ് സ്റ്റേഷനിൽ നിന്നും നാസർ എന്ന പ്രതിയെ കാണാതായിരിക്കുന്നു. ന്യൂസ് അവർ ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും ഇതിൽ പങ്കെടുക്കാം. നിങ്ങളുടെ ഉത്തരം യെസ് ആണെങ്കിൽ നോ എന്നും, നോ ആണെങ്കിൽ യെസ് എന്നും SMS ചെയ്യുക. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ PPP നേതാവ് ചെറുകണ്ടത്തിൽ സുകുമാരൻ, ഒപ്പം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഊളംപാറ SI സിംഗം മണിയൻ. ബാക്കിയുള്ളവരെ ഫോണിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം സിംഗം മണിയനിലേക്ക്. ആക്ച്വലി അന്ന് എന്താണ് സംഭവിച്ചത് സിംഗം മണിയൻ? ഞാൻ ഇന്നലെ രാത്രി ബിവറേജ് കോർപ്പറേഷന്റെ മുമ്പിൽ മദ്യപിച്ച് മതോന്മത്തനായി നിൽക്കുന്ന ഒരു പോലീസ് ഓഫീസറിൽ നിന്ന് എന്ത് നീതിയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അയ്യോ, ഞാനത് പറഞ്ഞോട്ടെ. ഞാനവിടെ പാല് മേടിക്കാൻ പോയിട്ട് ബിവറേജസ് കോർപ്പറേഷനിൽ നിന്നും ഏത് മലയാളിയാണ് പാല് വാങ്ങാൻ പോകുന്നത്? ഒന്നുകിൽ ഇദ്ദേഹം മദ്യപിച്ച് മതോന്മത്തനായി ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ടല്ല മിൽക്ക് ബൂത്താണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മദ്യത്തിൽ പാല് മിക്സ് ചെയ്ത് കഴിക്കണമെന്ന താല്പര്യത്തോടെ ഇദ്ദേഹം അവിടെ പോയിരിക്കും. അയ്യോ, അതല്ല. ബിവറേജ് കോർപ്പറേഷന് മുമ്പിലുള്ള പാലുകടയിൽ നിന്ന് പാല് വാങ്ങി മടങ്ങുമ്പോഴാണ് ആ നാസറിനെ താങ്കളിലേക്ക് തിരിച്ചു വരാം. മിസ്റ്റർ സുകുമാരൻ, യെസ്, അന്ന് ശരിക്കും എന്താണ് സംഭവിച്ചത്? അതിപ്പോ എന്തിട്ടാ കുട്ടിയെ പറയാ? ഓ, ഈ പാവം ജോലി കഴിഞ്ഞ് വന്നിരിക്കുന്നു. പെട്ടെന്ന് സംസാരിച്ച് എന്ത് പറ്റി? അല്ല, ഈ ലൈവായിട്ട് TV-യിൽ കൂടെ ഒക്കെ ജനങ്ങൾ കാണുന്നതല്ലേ, കുറച്ച് വല്ലുവനാരെ കിടന്നിട്ടെങ്കിലും. അതൊന്നും വേണ്ട, സാധാരണ ഭാഷ മതി. തൊഴിൽ കഴിഞ്ഞ് മടക്കിയ ഒരു പാവ യുവാവിനെയാണ് ഹെൽമറ്റ് ധരിക്കാത്തതിന്റെ പേരിൽ ഈ ക്രൂരൻ SI അറസ്റ്റ് ചെയ്തത്. മനസ്സിലായി? ഹെൽമറ്റ് ധരിക്കാതെ യാത്ര ചെയ്ത ഒരു പാവം യാത്രക്കാരനെ രാത്രി സമയത്ത് അറസ്റ്റ് ചെയ്ത SIയുടെ നടപടി ശരിയാണ്. നിങ്ങളുടെ ഉത്തരം യെസ് ആണെങ്കിൽ നോ എന്നും, നോ ആണെങ്കിൽ യെസ് എന്നും SMS ചെയ്യുക. ഹെൽമറ്റ് മാത്രമല്ല വിഷയം. എന്ത് തൊഴിൽ ചെയ്തിട്ടാണ് പ്രതി ബൈക്കിൽ യാത്ര ചെയ്തെന്ന് താങ്കൾ അന്വേഷിച്ചില്ല? അതെ, എന്തായിരുന്നു നാസറിന്റെ തൊഴിൽ? മാലമോഷണം. മാല തട്ടിപ്പറിക്കാൻ ശ്രമിച്ചപ്പോൾ എതിർത്ത എൽസമ്മ എന്ന യുവതിയെ പിടിച്ച് തള്ളിയിട്ട് ബൈക്കിൽ പോയപ്പോഴാണ് ഞാൻ അറസ്റ്റ് ചെയ്തത്. 1, ഹെൽമറ്റ് ഇല്ല. 2, മാലമോഷണം. ഞാൻ തിരിച്ചു വരാം. തൊഴിലില്ലായ്മ കാരണം ജീവിതം വഴിമുട്ടിയ ഒരു പാവം ചെറുപ്പക്കാരന് അയാളുടെ കാമുകി എൽസമ്മ തന്റെ മാല ഊരി നൽകിയപ്പോൾ ഒരു വർഗീയവാദിയായ SI മണി അത് ഒരു മോഷണമാക്കി മാറ്റി എന്ന് പറയുന്നു മിസ്റ്റർ സുകുമാരൻ. സത്യസന്ധമായിട്ട് പറഞ്ഞ നമുക്ക് തിരിച്ചു വരാം. ഒരു സാധു പെൺകുട്ടിയായ എൽസമ്മ തന്റെ മാല ഊരി നാസറിന് നൽകിയിട്ട് പറഞ്ഞു, ഈ മാല പണയം വെച്ച് ഈക്ക ദുബായിലേക്ക് പൊക്കോളൂ. ഇതിനെ കുറിച്ച് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന സുകുമാരന് എന്താണ് പറയാനുള്ളത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കളുടെ നിലപാട് വളരെ വ്യക്തമാണ്. ഞാനെന്ന് പറഞ്ഞില്ല. എങ്കിലും വളരെ വ്യക്തമാണ്. ഞാൻ തിരിച്ചു വരാം. കാമുകിമാരെ നാട്ടിലാക്കിയിട്ട് കാമുകന്മാർ ദുബായിലേക്ക് പോകുന്നത് ശരിയാണോ? നിങ്ങളുടെ ഉത്തരം യെസ് എന്നാണെങ്കിൽ നോ എന്നും, നോ എന്നാണെങ്കിൽ യെസ് എന്നും ഞങ്ങൾ ഉടൻ തന്നെ SMS ചെയ്യുക. ഇനി നമുക്ക് മണിയിലേക്ക് തിരിച്ചു പോകാം. ലാപ്ടോപ്പിൽ എന്താ സംഭവിച്ചത് മിസ്റ്റർ മണി? നിങ്ങൾ എന്താ നാസറിന് കുടിക്കാൻ കൊടുത്തത്? നിങ്ങൾക്കറിയാമോ, ഞാൻ ഒരു പച്ചവെള്ളം പോലും കൊടുക്കാൻ പച്ചവെള്ളം പോലും കൊടുക്കാതെ പട്ടിണിക്കിട്ട പാവത്തിനെ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു സിംഗം മണി. അതല്ല, ചൂടുവെള്ളം. ഞാൻ തിരിച്ചു വരാം. ചൂടുവെള്ളം തലയിൽ വെച്ച് പീഡിപ്പിക്കുക എന്ന ക്രൂരമായ ശിക്ഷാവിധിയാണ് സിംഗം മണി നടപ്പിലാക്കിയത്. നിത്യവും ക്രൂരവുമായ ഒരു ശിക്ഷാവിധിയാണ്. പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ടാവും. ദൈവദോഷം പറയരുത്. ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞപ്പോഴാൽ അധുരമുള്ള ചായ ഞാൻ കൊടുത്തു. ഞാൻ മടങ്ങി വരാൻ. ഡയബറ്റിസ് പേഷ്യന്റായ പ്രതി നാസറിന് മധുരമുള്ള ചായ നൽകി അയാളുടെ പ്രമേഹം
എന്ന് പറയുന്ന സുകുമാരൻ ഒരു രാഷ്ട്രീയ നേതാവിന്റെ വാക്കുകൾക്കായി ജനങ്ങൾ കാതോർത്തിരിക്കുകയാണ്. പറയൂ. ശരിക്കും ഈ പ്രമേഹ വളരെ വ്യക്തമാണ് താങ്കളുടെ നിലപാട്. ഞാൻ തിരിച്ചു വരാം. തന്റെ ശത്രുവിനെ കൈകാര്യം ചെയ്യാൻ കിട്ടിയ അവസരം SI മണി മുതലാക്കുകയായിരുന്നു. ശത്രു അനാവശ്യം പറയരുത്. ഈ പറയുന്ന നാസർ എന്റെ ഫ്രണ്ടാ. എന്തിന്? നാസറിന്റെ ഭാര്യ നസീമ വരെ എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാ. അപ്പോഴെല്ലാം വ്യക്തമായിരിക്കുകയാണ്. നാസറിന്റെ ഭാര്യ നസീമയുമായി അവിഹിത ബന്ധമുള്ള SI മണി കള്ളക്കേസിൽ കുടുക്കി നാസറിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തന്റെ പാർട്ടി പ്രവർത്തകന് സംഭവിച്ച ദുര്യോഗത്തെ കുറിച്ച് നേതാവെന്ന നിലയിൽ ശ്രീ സുകുമാരന് ശക്തമായി പ്രതികരിക്കാനുണ്ടാവും. എന്താണ് സുകുമാരൻ? പറയൂ. തിരിച്ചു പോക്കോ. മനസ്സിലുള്ള വേദന കാരണം അദ്ദേഹത്തിന് വാക്കുകൾ പോലും കിട്ടുന്നില്ല. വളരെ വ്യക്തമാണ്. നാസറിനെ അതിക്രൂരമായി ലോക്കപ്പിലിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ശേഷം സ്റ്റേഷന്റെ പുറകിലുള്ള പൊലിയിടത്ത് ശവം മറവ് ചെയ്യുകയായിരുന്നു മിസ്റ്റർ മണി. ഈ മൗനം സമ്മതമായി എടുക്കുകയാണ്. ഈ മൗനത്തിൽ നിന്നും വളരെ വ്യക്തമായിരിക്കുകയാണ് സിംഗം മണി എന്ന ക്രൂരനാണ് നാസറിനെ അതിദാരുണമായി കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇതെങ്ങോട്ടാ പറഞ്ഞോണ്ട് പോണത്? ഞാൻ മടങ്ങി വരാം. ഞാൻ പോയിട്ട് വരാം. എങ്ങോട്ടെങ്കിലും അവിടെ ഇരിക്കുന്നു. എന്നെ കൊണ്ടൊന്നും പറയിപ്പിച്ചില്ലല്ലോ. എന്നാ ഞാൻ പൊക്കോട്ടെ. പറയില്ല. ന്യൂസ് അവർ 1 മണിക്കൂറുണ്ട്. വാർത്ത തീർന്നിട്ട് പോയാൽ മതി. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ഹോമിച്ച ഒരു പാവം തൊഴിലാളി. ആ ജീവൻ പൊലിഞ്ഞു പോയി. എന്റെ ജോലിയും പോയി. പോകണം. തെറ്റ് ചെയ്തതിന്റെ പശ്ചാത്താപമാണ് നിങ്ങൾ ഈ കാണുന്നത്. നിങ്ങൾ പറയൂ, ഈ സംഭവത്തിൽ യഥാർത്ഥ കുറ്റവാളി ആര്? മനസ്സിലാറ് അസുഖമായിട്ട് കിടക്കണം വാപ്പയെ കാണാൻ ഞാൻ നാട്ടിൽ പോയതിലേക്ക് ഇവനെല്ലാം മരണം ആഘോഷിച്ചു. വാർത്തകൾ വളച്ചൊടിക്കുന്ന നിന്നെ പോലുള്ള പുറത്തിറക്കാനാണ് സത്യസന്ധനായ ചാനൽ പ്രവർത്തകർക്ക് പോലും ചിന്തപ്പെടുന്നത്. അറിയാം. മാധ്യമരംഗത്ത് ഈ പ്രഗത്ഭരെ കൊട്ടേഷൻ സംഘം തലവനും എസ്ഐയും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നു. ഞാനാ ഇനിയും നിന്നെ തല്ലില്ലെങ്കിൽ ദൈവം എന്നോട് ചോദിക്കോടാ. ഇനി നിങ്ങൾ പറയൂ, ഞാൻ ഈ ചെയ്തത് ശരിയാണോ? ശരിയാണെങ്കിൽ എസ്എഫും അല്ലെങ്കിൽ നോ എന്നും ഉടൻ SMS ചെയ്യുക. അതോടെ പിറ്റേന്ന് പെർഫോമൻസും കഴിഞ്ഞു.